അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവ ബഹുലമായ ചരിത്രത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു തൻ്റെ 4 ശിഷ്യന്മാർക്കൊപ്പം മദീനയിലേക്ക് പുറപ്പെട്ടു. ഹജ്ജ് നിർവഹണമായിരുന്നു ലക്ഷ്യം. ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാനായി രഹസ്യ വഴിയിലൂടെയായിരുന്നു യാത്ര പുറപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ആ 5 അംഗ സംഘം ആദ്യമെത്തിയത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലാണ്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസമാക്കി. തുടർന്നുണ്ടായ സംഭവം യാത്രക്കാരിൽ ഒരാളായ അബൂ ഹഫ്സ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ആ വാടക വീട്ടിൽ സന്തോഷപൂർവ്വം കഴിഞ്ഞു വരികയായിരുന്നു. ഒരു ദിവസം ഗുരു പുറത്തുപോയി. അപ്പോൾ നല്ല ശരീരഭംഗിയുള്ള ഒരാൾ പുതുപുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് അവിടെ എത്തി. ഒരു ഭാണ്ഡം തോളിൽ തൂക്കിയിട്ടുമുണ്ട്. ആഗതൻ സലാം പറഞ്ഞു. അകത്ത് കയറിയ പാടെ ഷെയ്ഖ് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇത് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ താമസ സ്ഥലം തന്നെയാണ്. പക്ഷേ ഗുരു ഇപ്പോൾ ഇവിടെയില്ല, എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ്. കേട്ടപാട് അയാൾ പുറത്തിറങ്ങി നടന്നു. മറ്റൊന്നും ഞങ്ങളോട് അയാൾ ചോദിച്ചില്ല. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾക്കപ്പോൾ അവസരം നൽകിയതുമില്ല. അല്പസമയം കഴിഞ്ഞ ശേഷം ഗുരു വീട്ടിലെത്തി. കൂടെ നേരത്തെ ഗുരുവിനെ അന്വേഷിച്ചു വന്നയാളുമുണ്ട്. ഭാണ്ഡം അപ്പോഴും അയാളുടെ തോളിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. കുറച്ചു ദിവസം അയാൾ ഞങ്ങളോടൊപ്പം താമസിച്ചു. നല്ല പെരുമാറ്റം, കുറഞ്ഞ സംസാരം, മികച്ച ജീവിതശൈലി, എല്ലാം കൊണ്ടും ഞങ്ങൾക്കയാളെ ഇഷ്ടമായി. എല്ലാ വിഷയങ്ങളിലും അയാൾ ഞങ്ങളോട് സഹകരിച്ചു. പക്ഷേ ഭക്ഷണ സമയമാവുമ്പോൾ മാത്രം അയാൾ ഞങ്ങളിൽ നിന്നകന്ന് തൻ്റെ ഭാണ്ഡവുമായി വീടിൻ്റെ ഒരൊഴിഞ്ഞ മൂലയിൽ ചെന്നിരിക്കും. അല്പം കഴിഞ്ഞ് തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. എന്തായിരിക്കും ആ ഭാണ്ഡത്തിൽ? അതറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നിയെങ്കിലും ആതിഥേയ മര്യാദ പാലിച്ച് ഞങ്ങളൊന്നും ചോദിച്ചില്ല. അതിലേറെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. അതിഥി ഞങ്ങൾക്കൊപ്പം താമസിച്ച ദിവസങ്ങളിലൊന്നും ഗുരു അദ്ദേഹത്തെ ഒരിക്കൽ പോലും ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നില്ല. ഷെയ്ഖിൻ്റെ പതിവനുസരിച്ച് അതൊരു പുതിയ കാര്യമായിരുന്നു. ഞങ്ങൾ പരസ്പരം അത്ഭുതം കൂറി. 3-4 ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ അയാൾ ഗുരുവിനോട് പറയുന്നത് ഞങ്ങൾ കേട്ടു. ഇന്ന് എനിക്കൊന്ന് പുറത്തു പോകണം, താങ്കൾ സമ്മതം തരണം. അതിനെന്താ, പോയിക്കോളൂ. എപ്പോൾ തിരിച്ചു വരും? പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ, അല്ലെങ്കിൽ നാളെ രാവിലെ. അയാൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. പോകുമ്പോൾ ഗുരുവും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. പക്ഷേ ഭാണ്ഡം കൊണ്ടുപോയിരുന്നില്ല. അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷം ഞങ്ങളിൽ ഒരാൾ പറഞ്ഞു, ഇയാൾ സാധാരണ മനുഷ്യനല്ല, എന്തോ ചില പ്രത്യേകതകൾ ഇദ്ദേഹത്തിനുണ്ട്. ഗുരു ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല, ഇവിടെ ആരും കാണാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് അയാൾ ഭാണ്ഡം തുറക്കുന്നത് കാണാറുമുണ്ട്. എന്തായിരിക്കും ആ ഭാണ്ഡത്തിൽ? അതൊന്ന് പരിശോധിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെ പറഞ്ഞ കൂട്ടുകാരൻ ഭാണ്ഡം എടുത്ത് തുറന്നു നോക്കി. ഭാണ്ഡത്തിൽ നിറയെ എല്ലും കഷ്ണങ്ങൾ. കൂട്ടുകാരൻ ഭാണ്ഡം പഴയതുപോലെ തന്നെ കെട്ടിവെച്ചു. രാത്രി ഗുരുവിനോടൊപ്പം വീണ്ടും അയാൾ വന്നു. തൻ്റെ ഭാണ്ഡമെടുത്ത് ഞങ്ങളെ ഒന്ന് തുറിച്ചു നോക്കി. അദ്ദേഹം സ്ഥലം വിട്ടു. അതിഥി പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, നമ്മുടെ കൂടെ 3-4 ദിവസം താമസിച്ച അയാൾ ആരാണ്? അയാളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. അയാൾ ഇതുവരെ നമ്മോടൊപ്പം ഭക്ഷണം കഴിച്ചില്ലല്ലോ. അങ്ങ് അയാളെ ഭക്ഷണത്തിന് ക്ഷണിച്ചതും കണ്ടില്ല. മാത്രമല്ല, നിങ്ങൾ പുറത്തുപോയ ഉടനെ ഞങ്ങളിലൊരാൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡം തുറന്നു നോക്കി. നിറയെ എല്ലും കഷ്ണങ്ങളായിരുന്നു അതിൽ. ഞങ്ങളുടെ വിവരണം കേട്ട ഗുരുവിൻ്റെ മുഖം വിവരണമായി. അല്പം നീരസത്തോടെ ഗുരു പറഞ്ഞു, ആരാണ് നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഭാണ്ഡം തുറന്നു നോക്കാൻ പറഞ്ഞത്? അത് തുറന്നു നോക്കിയ ആൾ ഇനി മുതൽ നമുക്കൊപ്പം വരേണ്ടതില്ല. ഗുരു, അദ്ദേഹം ആരാണെന്ന് അങ്ങിപ്പോയും പറഞ്ഞില്ല. അത് ജിന്നുകളിൽപ്പെട്ട നമ്മുടെ ഒരു സ്നേഹിതനാണ്. പലപ്പോഴും അദ്ദേഹം എൻ്റെ അടുക്കൽ വരാറുണ്ട്. എനിക്ക് പലവിധ സഹായങ്ങളും ചെയ്തു തരാറുമുണ്ട്. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഭാണ്ഡം തുറന്നു നോക്കിയ കൂട്ടുകാരനാവട്ടെ മദീനയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഭാണ്ഡം തുറന്നു നോക്കിയ വ്യക്തി ഇനി മുതൽ നമുക്കൊപ്പം വരേണ്ടെന്ന് ഗുരു പറഞ്ഞതിൻ്റെ പൊരുൾ ശരിക്കും ബോധ്യമായത്. ഉപകാരം ചെയ്തവന് പ്രത്യുപകാരം ചെയ്യുകയെന്നത് മഹാന്മാരുടെ സ്വഭാവമാണ്.
ഈ വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം റളിയല്ലാഹു. മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് ലഭിച്ച ചെറിയ ഉപകാരങ്ങൾ പോലും വലുതായാണ് അദ്ദേഹം കണ്ടിരുന്നത്. സ്നേഹിതനും ശിഷ്യനുമായ അലി ഇബ്നു ബക്കർ റളിയല്ലാഹു വിവരിക്കുന്ന ഒരു അനുഭവം ഇങ്ങനെ: ഗുരുവര്യനും സുഹൃത്തുമായ ഹസ്രത്ത് ഇബ്രാഹിം റളിയല്ലാഹുവിനോടൊപ്പം ഞാൻ ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. യാത്രാമധ്യേ ഞങ്ങൾ കരുതിയിരുന്ന ഭക്ഷണങ്ങളെല്ലാം തീർന്നു. വിശപ്പിൻ്റെ കാഠിന്യത്താൽ ഞങ്ങൾ പച്ചിലകളും മരത്തിൻ്റെ വേരുകളും വരെ ഭക്ഷിക്കേണ്ടി വന്നു. അതുമൂലം ഞങ്ങളുടെ അന്നനാളം പരുപരുത്തതാവുകയും വായിൽ മുറിവ് വരികയും ചെയ്തു. വലിയ പ്രയാസത്തോടെയാണ് ഞങ്ങൾ സഞ്ചാരം തുടർന്നത്. യാത്രക്കിടയിൽ ഞാൻ ഗുരുവിനോട് ചോദിച്ചു: ഗുരു, ഇനിയും ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് പ്രയാസമാണ്. നമുക്കെന്തെങ്കിലും ജോലി അന്വേഷിച്ചാലോ? ഗുരു ഒന്നും പറഞ്ഞില്ല. നടത്തം തുടർന്നതേയുള്ളൂ. അല്പം കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രാമത്തിലെത്തി. അവിടെ കണ്ട നദിയിലിറങ്ങി ഞങ്ങൾ വെള്ളം കുടിച്ചു ക്ഷീണമകറ്റി. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു വുളൂ ചെയ്തു. അപ്പോഴാണ് അവിടെ തകർന്നു വീണ് കിടക്കുന്ന ഒരു മതിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് പുതുക്കിപ്പണിതു തന്നാൽ 4 ദിർഹം പ്രതിഫലം തരാമെന്ന് ഉടമസ്ഥൻ പറഞ്ഞു. ഞാൻ ഗുരുവിനോട് കാര്യമുണർത്തി. ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനതിൽ വെറുപ്പില്ലെന്ന് മനസ്സിലായി. ഞാൻ പണി ആരംഭിച്ചു. ഗുരുവും എന്നോടൊപ്പം ചേർന്നു. വിശപ്പും ക്ഷീണവും കാരണം ഞങ്ങൾ സാവധാനം പണിയെടുക്കുമ്പോൾ ഗുരു ഉന്മേഷത്തോടെ യാതൊരു ക്ഷീണവുമില്ലാതെത്തതുപോലെ വേഗം ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഉച്ചയോടടുത്തപ്പോൾ പണി തീർന്നു. കൂലിയായി കിട്ടിയ ദിർഹം കൊണ്ട് ഭക്ഷണം വാങ്ങി ഞങ്ങൾ കഴിച്ചു. അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹിംസിലെത്തി. അപ്പോഴേക്കും വിശപ്പ് വീണ്ടും ഞങ്ങളെ തളർത്തി തുടങ്ങിയിരുന്നു. ഗുരു അതൊന്നും കാര്യമാക്കാതെ വേഗം നടക്കുകയാണ്. പിന്നാലെ ഞാനും വേഗത കൂട്ടി. ഒരു ചെറിയ ജലാശയത്തിനടുത്തെത്തിയപ്പോൾ ഗുരു പറഞ്ഞു: ഇനി ഇവിടെ നിന്ന് അംഗശുദ്ധി വരുത്തി നിസ്കരിച്ചിട്ടാവാം യാത്ര. ജലാശയത്തിന് സമീപമുള്ള ഒരു വീട്ടിനടുത്ത് വെച്ച് ഞങ്ങൾ നിസ്കരിച്ചു. ഞാൻ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ പേര് സുലൈമാൻ ഇബ്നു മഷ്കം ഞങ്ങൾക്കൊരു ഭക്ഷണപ്പൊതി ഹദിയായി കൊടുത്തയച്ചു. അപ്പോഴും ഗുരു സുന്നത്ത് നിസ്കാരത്തിലാണ്. ഞാൻ വിശന്ന വയറുമായി കാത്തിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഗുരു എൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു: ഇതെവിടുന്ന? അതാ ആ കാണുന്ന വീട്ടുകാരൻ നമുക്കായി കൊടുത്തയച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? സുലൈമാൻ ഇബ്നു മഷ്കം. എന്താണതിലെന്ന് തുറന്നു നോക്കൂ. ഞാൻ തുറന്നു നോക്കി. നല്ല ചൂടുള്ള റൊട്ടിയും രുചിയുള്ള ഇറച്ചിക്കറിയും. ആ ഭക്ഷണം 2 പേരും നന്നായി കഴിച്ചു. ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു. ഞങ്ങൾ യാത്ര തുടർന്നു. അന്താക്കിയയിലെത്തി. അവിടെ ഞങ്ങൾക്കൊരു തൊഴിൽ തരപ്പെട്ടു. 50 ദിർഹം കൂലിയായി ലഭിക്കുകയും ചെയ്തു. ഗുരു അതിൽ 40 ദിർഹം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു: ഗുരു, ഇനിയും കൂടുതൽ സഞ്ചരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. താങ്കൾ അനുവദിക്കുമെങ്കിൽ വേഗം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാമെന്നാണ് എൻ്റെ ആഗ്രഹം. ശരി, പോയിക്കോളൂ. പക്ഷേ താങ്കളൊരു കാര്യം ചെയ്യണം. എന്താണത്? പറയൂ. ഞാൻ താങ്കളെ ഒരു പൊതി ഏൽപ്പിക്കുന്നുണ്ട്. അത് താങ്കൾ തിരിച്ചു പോകും വഴി ഹിംസിൽ വെച്ച് നമുക്ക് ഭക്ഷണം തന്നയച്ച സുലൈമാൻ ഇബ്നു മഷ്കമിന് കൊടുക്കണം. ശരി, എനിക്കതിൽ സന്തോഷമേയുള്ളൂ. ഗുരു വേഗം അങ്ങാടിയിൽ പോയി തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന 40 ദിർഹം കൊടുത്ത് മികച്ച ഇനം 2 ഖമീസുകൾ വാങ്ങി ഒരു പൊതിയാക്കി എന്നെ ഏൽപ്പിച്ചു. ഗുരുവിനോട് യാത്ര പറഞ്ഞ് ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചു. പോകും വഴി ഹിംസിലെത്തി. ഭക്ഷണം നൽകിയയാളെ കണ്ടെത്തി. ഗുരു തന്നേൽപ്പിച്ച സമ്മാനം കൈമാറി. അയാൾ ചോദിച്ചു: ഇതാരുടെ വകയാണ്? ഇബ്രാഹിം റളിയല്ലാഹുവിൻ്റെ. ആരാണ് അദ്ദേഹം? എൻ്റെ ഗുരുവര്യനും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളുമാണ്. ആ മഹാന് എങ്ങനെയാണ് എന്നെ പരിചയം? ദിവസങ്ങൾക്ക് മുമ്പ് താങ്കൾ 2 പേർക്ക് ഭക്ഷണം കൊടുത്തയച്ചു തോർക്കുന്നില്ലേ? അതെ, അവരിൽ ഒരാൾ ഞാനും രണ്ടാമൻ അദ്ദേഹവുമായിരുന്നു. അയാൾ സന്തോഷപൂർവ്വം ഗുരുവിൻ്റെ സമ്മാനം സ്വീകരിച്ചു. നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഞാൻ നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചു. ഏതാനും ദിവസങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ താമസിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങും വഴി ഹിംസിലെത്തിയപ്പോൾ പഴയ ആതിഥേയനെ കണ്ട് നന്ദി പറയണമെന്ന് തോന്നി. ഗുരു ചെയ്തതുപോലെ എന്തെങ്കിലും അയാൾക്ക് കൊടുക്കണമെന്നും മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ വീടിനടുത്തെത്തി അയാളെ അന്വേഷിച്ചു.
അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി 3 ദിവസം മുമ്പ് മരണപ്പെട്ടുപോയി. നിങ്ങൾ സമ്മാനിച്ച ആ 2 നീളക്കൊപ്പായത്തിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. അദ്ദേഹം അങ്ങനെ വസിയത്ത് ചെയ്തിരുന്നു. വാർത്ത കേട്ട് ഞാൻ തളർന്നിരുന്നു പോയി. അതിരറ്റ കഥനഭാരത്തോടെയാണ് ഞാൻ പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയത്. ഇബ്രാഹിം അദ്ഹമുല്ലാഹുവിന് കൂട്ടുകാർ കുറവായിരുന്നു. എപ്പോഴും ഒറ്റക്ക് കഴിയാനായിരുന്നു താല്പര്യം. ഒരാൾ ചോദിച്ചു, താങ്കളെന്താ ആരുമായും കൂടുതൽ ചങ്ങാത്തത്തിന് പോകാത്തത്? മഹാൻ പറഞ്ഞു, എനിക്ക് സഹവാസത്തിനായി അള്ളാഹു മതി. കാരണം അവനല്ലാതെ ആരുമായി കൂട്ടുകൂടിയാലും എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവപ്പെടാതിരിക്കില്ല. മനസ്സിലായില്ല, ഒന്നുകൂടി വിശദീകരിക്കാമോ? എന്നേക്കാൾ താഴ്ന്നവരുമായിട്ടാണ് സഹവസിക്കുന്നതെങ്കിൽ അവരുടെ വിവരക്കേടുകൾ ഞാൻ സഹിക്കേണ്ടി വരും. എന്നെപ്പോലെയുള്ളവരോടാണ് കൂട്ടുകൂടിയാൽ അവർ എന്നോട് അസൂയ പുലർത്തും. എന്നേക്കാൾ ഉയർന്നവരുമായി സുഹൃത്ത് ബന്ധം പുലർത്തിയാലോ അവർ അഹങ്കാരം നടിക്കും. ഇവ 3 എനിക്കിഷ്ടമല്ല. അള്ളാഹുവിനെ ഞാൻ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ആ സഹവാസത്തിലൂടെ എനിക്ക് ഗുണമേ ലഭിക്കൂ. അതേസമയം ഗുരുവിനോട് നിരവധി പേർ സഹവസിച്ചിരുന്നു. അവർക്കതിൻ്റെ നേട്ടങ്ങളും ലഭിച്ചു. അവരോടെല്ലാം വളരെ നല്ല നിലയിലാണ് ഷേഖ് പെരുമാറിയത്. ദീർഘകാലം കൂടെ കഴിഞ്ഞ ഒരു ശിഷ്യൻ ഗുരുവിനോട് യാത്ര പറഞ്ഞ് പിരിയുന്ന നേരം വിനയപുരസ്സരം ചോദിച്ചു, ഗുരു, ഞാൻ അങ്ങയുമായി സഹവാസം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇതിനിടയിൽ എന്നിൽ നിന്ന് വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണം, എനിക്കത് തിരുത്താമല്ലോ. ഗുരു പറഞ്ഞു, മോനെ, ഞാൻ നിന്നിലൊരു ന്യൂനതയും കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നെ വീക്ഷിച്ചത് തൃപ്തിയുടെ കണ്ണുകൊണ്ടാണ്. അതിലൂടെ നോക്കിയാൽ നീ ചെയ്യുന്നതെല്ലാം നല്ലതായി മാത്രമേ എനിക്ക് തോന്നൂ. അതുകൊണ്ട് നിന്റെ വീഴ്ചകൾ നീ മറ്റാരോടെങ്കിലും അന്വേഷിച്ചു കൊള്ളുക. മറ്റൊരാൾ ഷേഖിനെ സമീപിച്ച് പറഞ്ഞതിങ്ങനെ, ഗുരു, എന്നെ അങ്ങയുടെ ശിഷ്യന്മാരിൽ ഉൾപ്പെടുത്തണം. ഞാൻ അങ്ങയുടെ തേടി മാത്രമാണ് ഖുറാസാനിൽ നിന്നും വന്നത്. ശരി, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ഇന്നു മുതൽ നിന്റെ സമ്പത്തിൽ നിന്നേക്കാൾ കൂടുതൽ അവകാശം എനിക്കായിരിക്കും. എന്താ, സമ്മതമാണോ? അല്ല, ശിഷ്യൻ തുറന്നു പറഞ്ഞു. മഹാൻ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു, മോനെ, സമ്പത്തുമായി ബന്ധമില്ലാത്തവരാണ് ഞങ്ങൾ. ഞാൻ നിന്നെ അന്ന് പരീക്ഷിച്ചതായിരുന്നു. നീ സത്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ സമ്പത്തിനോട് ആർത്തിയോ ഹൃദയബന്ധമോ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അത് സമ്മതിച്ച ശേഷം അദ്ദേഹം ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി മാറി. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കാൽനടയായി ഹജ്ജിന് പുറപ്പെട്ടു. വഴിമധ്യേ ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യുന്ന ഒരു ഗ്രാമീണൻ ഷേഖിനോട് ചോദിച്ചു, എവിടേക്കാ? പരിശുദ്ധ ഹജ്ജിന്, മക്കയിലേക്ക്. കാൽനടയായാണോ പുറപ്പെട്ടിരിക്കുന്നത്? അതെ. അതെന്താ, വാഹനമൊന്നുമില്ലേ? ഉണ്ടല്ലോ, വാഹനം ഒന്നല്ല 4 എണ്ണമുണ്ട്. എന്നിട്ടതെവിടെ? എൻ്റെ കൂടെയുണ്ട്. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. താങ്കൾ സ്വബോധത്തോടെ തന്നെയാണോ സംസാരിക്കുന്നത്? അതെ. വിപത്തുകൾ വന്നാൽ ഞാൻ ക്ഷമയുടെ വാഹനത്തിൽ കയറും. അനുഗ്രഹം ലഭിച്ചാൽ നന്ദിയുടെ വാഹനം ഉപയോഗിക്കും. അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ച് വല്ലതും സംഭവിച്ചാൽ ഞാൻ സംതൃപ്തിയുടെ വാഹനം കയറും. എൻ്റെ ശരീരം വല്ല കാര്യത്തിലേക്കും എന്നെ ക്ഷണിച്ചാൽ ജീവിച്ചതിനേക്കാളും കുറവാണ് ഇനിയങ്ങോട്ടുള്ള ജീവിതം എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും. ഗ്രാമീണന് കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞു, പ്രിയരെ, താങ്കളാണ് യഥാർത്ഥ ഹാജി. ഞാനിപ്പോൾ വാഹനമില്ലാത്ത ആൾ. പോയിക്കൊള്ളൂ. അള്ളാഹു താങ്കൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ പറഞ്ഞ ശേഖ മുന്നോട്ട് നടന്നു. പകൽ മുഴുവൻ കൂലിവേല ചെയ്യുക, കിട്ടുന്നതിൽ നിന്ന് അത്യാവശ്യങ്ങൾ കഴിച്ച് ബാക്കി മുഴുവൻ ധർമ്മം ചെയ്യുക, രാത്രി മുഴുവൻ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക. റമദാൻ മാസത്തിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിൻ്റെ ദിനചര്യ ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ ഏതാനും ഗുണകാംക്ഷികൾ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയരെ, താങ്കൾ രാത്രിയോ പകലോ അല്പം പോലും ഉറങ്ങുന്നത് കാണുന്നില്ലല്ലോ. എന്ത് സവിശേഷ സിദ്ധിയാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു പറഞ്ഞു, ഞാനെപ്പോഴും പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിലെ ഏകാന്തതയെക്കുറിച്ചും നരകത്തിൻ്റെ ചൂടിനെക്കുറിച്ചും മഹ്ശറയിലെ ഭീതിജനകമായ നിമിഷങ്ങളെക്കുറിച്ചുമെല്ലാം ആലോചിക്കും. അതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഉറക്കം വരും? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തങ്ങളും സൂഫി വര്യനായ അബൂ സമ്രയും ഒരിടത്ത് സംഗമിച്ചു. സംസാരത്തിനിടയിൽ എന്തോ പറഞ്ഞു. അബൂ സമ്ര ഒന്ന് ചിരിച്ചു.
ഉടനെ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു പറഞ്ഞു, അബൂ സമ്ര, ഒരിക്കലും ഉണ്ടാവാത്ത കാര്യം താങ്കൾ ആഗ്രഹിക്കരുത്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ശാശ്വതമായി വസിക്കുമെന്നും എൻ്റെ മരണം അടുത്തൊന്നും സംഭവിക്കുകയില്ലെന്നും താങ്കൾ വിചാരിക്കരുത്. ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്താണ് താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്? താങ്കൾ മരിക്കുമെന്ന് ഉറപ്പല്ലേ? അതെ, ജനിച്ചാൽ പിന്നെ മരിക്കാതെ കഴിയില്ലല്ലോ. മരണവും ഖബറും ചിന്തിക്കുന്ന ഒരാൾക്കെങ്ങനെ താങ്കൾ ചിരിച്ചതുപോലെ പൊട്ടിച്ചിരിക്കാനാവും? അബൂ സമ്ര ഒന്ന് ഞെട്ടി. മരണശേഷം താങ്കൾ സ്വർഗത്തിലേക്ക് തന്നെ എത്തുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇതൊന്നും ചിന്തിക്കാതെ താങ്കൾ ചിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ആരോരുമില്ലാതെ 6 അടി മണ്ണിൽ കിടക്കുന്നതിനെക്കുറിച്ചും ഖബറിലെ എടുക്കത്തെക്കുറിച്ചും ആലോചിച്ചു നോക്കുക. മഹ്ശറയും സിറാത്ത് പാലവും നരകവും മീസാനുമെല്ലാം ഓർത്തുകൊണ്ടിരിക്കുക. പിന്നെയൊരിക്കലും താങ്കൾക്ക് ചിരിക്കാനാവില്ല. ഇനിയൊരിക്കലും താങ്കൾ പൊട്ടിച്ചിരിക്കരുത്. പുഞ്ചിരിയാണ് സജ്ജനങ്ങളുടെ അടയാളം, മനസ്സിലാക്കിക്കൊള്ളുക. ഉപദേശം കേട്ടുനിന്ന അബൂ സമ്ര റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുപോയി. ഇബ്രാഹിം റളിയല്ലാഹു തൻ്റെ ശിഷ്യർക്കൊപ്പം പള്ളിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ സുന്ദരനായൊരു യുവാവ് കയറി വന്നു. അയാളൊരു ദീർഘയാത്ര കഴിഞ്ഞു വരികയാണെന്ന് സദസ്യർക്കെല്ലാം ബോധ്യമായിരുന്നു. ആഗതൻ സദസ്സിന് മുമ്പിലെത്തി ചോദ്യമറിഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം അദ്ദേഹം എന്നു പേരുള്ള ഒരാളുണ്ടോ? അതെ, ഉണ്ട്. എവിടെയാണ് അദ്ദേഹം? ഇബ്രാഹിം അദ്ദേഹം മാനം പാലിച്ചപ്പോൾ സദസ്യർ ഗുരുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇദ്ദേഹം തന്നെ. തന്നെ അന്വേഷിച്ചു വന്ന അപരിചിതനെ കണ്ട് ഇബ്രാഹിം അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആഗതന്റെ കൈ പിടിച്ചു അല്പം ദൂരത്തേക്ക് നടന്നു. സദസ്യരിൽ നിന്നെല്ലാം അകന്നുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സൗമ്യഭാവത്തിൽ യുവാവിനോട് അദ്ദേഹം ചോദിച്ചു, പറയൂ, എന്തിനാണ് താങ്കൾ എന്നെ അന്വേഷിക്കുന്നത്? ആഗതൻ പറഞ്ഞു, ഞാൻ ബൽഖായിൽ നിന്ന് വരികയാണ്. താങ്കളുടെ സഹോദരന്മാരാണ് എന്നെ പറഞ്ഞയച്ചത്. എന്തിന്? താങ്കളുടെ അടിമയായിരുന്ന എൻ്റെ മക്കൾ അവർ താങ്കൾക്ക് തരാനായി 10,000 ദിർഹം തന്നേൽപ്പിച്ചിട്ടുണ്ട്. കൂടെ താങ്കൾക്ക് യാത്ര ചെയ്യാനായി നല്ലൊരു കുതിരയെയും കോവർ കഴുതയെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കൾ അത് സ്വീകരിക്കണം. ഇബ്രാഹിം അദ്ദേഹം ഒന്ന് ഞെട്ടി. ഐഹിക ലോകത്തെ ഒന്നടങ്കം മൊഴി ചൊല്ലിയിട്ടും ദുനിയാവിധ തൻ്റെ പിന്നാലെ വരുന്നു. താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയാനന്ദങ്ങളും ഇതോടെ തീരുകയാണോ? ഈ പ്രലോഭനത്തിൽ ഒരിക്കലും വീഴാൻ പാടില്ല. ആ മനസ്സ് മന്ത്രിച്ചു. അദ്ദേഹം യുവാവിനെ ഒന്നുകൂടി അരികിലേക്ക് അടുപ്പിച്ചു ചെവിയിൽ സ്വകാര്യം പറഞ്ഞു, താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ താങ്കളെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പിന്നെ താങ്കൾ കൊണ്ടുവന്ന 10,000 ദിർഹമും കുതിരയും കോവർ കഴുതയുമെല്ലാം ഞാൻ താങ്കൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. എനിക്കതൊന്നും ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം, ഇതൊന്നും ആരോടും പറയരുത്. ഇനി താങ്കൾക്ക് പോകാം. ഇത്രയും പറഞ്ഞ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് തിരിച്ചുപോയി. സ്വാതന്ത്ര്യവും സമ്പത്തും ലഭിച്ച യുവാവാകട്ടെ സംതൃപ്തനായി ബൽഖയിലേക്ക് തന്നെ മടങ്ങി. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അസ്കലാനിൽ താമസിക്കുന്ന കാലം പട്ടണത്തിൽ വെച്ച് അദ്ദേഹം അബൂ സുലൈമാൻ എന്ന ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം എങ്ങോട്ടോ പോകാനൊരുങ്ങുകയാണ്. ഷേഖ് ചോദിച്ചു, എങ്ങോട്ടാ? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ഞാനും അങ്ങോട്ട് തന്നെയാണ്. നമുക്കൊരുമിച്ച് പോയാലോ? എങ്കിൽ എനിക്ക് സന്തോഷമായി. അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്ന് യാത്രക്കാവശ്യമായ സജ്ജീകരണങ്ങളുമായി പുറത്തു വന്നു. അവർ യാത്രയെ ആരംഭിച്ചു. പട്ടണത്തിൽ നിന്ന് പുറത്തു കടന്ന് ഏറെ ദൂരം പിന്നീട് മുമ്പേ ഇബ്നു അദ്ദേഹം റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്കൊന്ന് കൊമ്പ് വെപ്പിക്കണമായിരുന്നു. ശരീരത്തെ ദുഷിച്ച രക്തം നീക്കം ചെയ്യാനുള്ള പഴയകാല ചികിത്സാ രീതിയാണത്. ശരി, എന്നാൽ അങ്ങനെയാവട്ടെ. ശേഷം ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു കൊമ്പ് വെപ്പിച്ച് സുഹൃത്തിനോട് ചോദിച്ചു, നിന്റെ അടുക്കൽ പണമായി എന്തുണ്ട്? 18 ദിർഹം. എന്നാൽ അതെടുത്ത് ഈ കൊമ്പ് വെച്ചയാൾക്ക് കൊടുക്കണം. കൊമ്പ് വെച്ചതിന് ഇത്രയും കൂടുതൽ കൊടുക്കേണ്ടതുണ്ടോ? 1-2 ദിർഹം കൊടുത്താൽ പോരെ? സാധാരണ കൂലി അതാണ്. സുഹൃത്ത് പറഞ്ഞു, പറ്റില്ല, അത് മുഴുവൻ കൊടുക്കണം. ഞാനല്ലേ പറയുന്നത്. ഗുരുവിൻ്റെ നിർദ്ദേശം മാനിച്ച് അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മക്കൾ ആകെയുണ്ടായിരുന്ന 18 ദിർഹം അയാൾക്ക് കൊടുത്തു. അവർ യാത്ര തുടർന്നു. യാത്രയിൽ അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അബൂ ഇസ്ഹാഖ്, നേരത്തെ ഞാൻ കൊമ്പ് വെച്ചയാൾക്ക് കൊടുത്ത 18 ദിർഹം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും ചിലതെല്ലാം വാങ്ങാൻ കരുതിയതായിരുന്നു. നിങ്ങൾ മുഴുവനും അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട്
മാത്രമാണ് ഞാനിത് കൊടുത്തത്. എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല. തുടർന്നുള്ള സംഭവം അബൂ സലീം റളിയല്ലാഹുവിൻ്റെ സ്വന്തം ഭാഷയിൽ. സങ്കടമൂറുന്ന എൻ്റെ വാക്കുകൾ കേട്ടതല്ലാതെ ഷേഖ് ഒന്നും പ്രതികരിച്ചില്ല. ഇടയ്ക്കിടെ ഞാൻ അതിറഹമിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെയും ഗുരു മൗനം പാലിക്കുകയാണുണ്ടായത്. ദീർഘനേരത്തെ സഞ്ചാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഞങ്ങളൊരു ഗ്രാമത്തിലെത്തി. ഗുരു എന്നോട് ചോദിച്ചു, നമുക്കിന്നിവിടെ താമസിച്ചാലോ? നാളെ നേരം പുലർന്നിട്ടാവാം ഇനി യാത്ര. താങ്കൾ എന്തു പറയുന്നു? നല്ല യാത്ര ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അടുത്തു കണ്ട ഒരു പള്ളിയിൽ കയറി നിസ്കാരം നിർവഹിച്ചു. പുറത്തിറങ്ങാനൊരുങ്ങുമ്പോൾ നാട്ടുകാരിൽ ഒരാളോട് ഗുരു ചോദിച്ചു, ഇവിടെ ഞങ്ങൾക്കെന്തെങ്കിലും തൊഴിൽ കിട്ടുമോ? അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. ഇവിടെ അടുത്ത് ഒരു ക്രിസ്ത്യാനി താമസിക്കുന്നുണ്ട്. അയാൾക്ക് വിശാലമായ വയലുകളുണ്ട്. അവിടെ കറ്റമെതിക്കാൻ ജോലിക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇബ്രാഹിം റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ആ ജോലി നന്നായി അറിയുന്നവരാണ് ഞങ്ങൾ. അയാൾ ഞങ്ങളെ ആ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ക്രിസ്ത്യാനി ഞങ്ങൾക്ക് വയലുകൾ കാണിച്ചു തന്നു. ഞങ്ങൾ വയലുകൾ ചുറ്റി നടന്നു കണ്ടു. സാമാന്യം വിശാലമായ വയലുകളാണ്. പൂർണ്ണചന്ദ്രന്റെ പ്രകാശത്തിൽ വയലോലകൾ ശരിക്കും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ക്രിസ്ത്യാനി പറഞ്ഞു, ഈ വിളവ് കൊയ്തെടുക്കണം. നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം പറയൂ. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. താങ്കൾ ജോലിയെടുപ്പിച്ചും കൂലി നൽകിയുമൊക്കെ പരിചയമുള്ള ആളാണല്ലോ. ഞാൻ ഓരോരുത്തർക്കും ഓരോ സ്വർണ്ണ നാണയം വീതം തരാം. എന്താ, സമ്മതമാണോ? മതി, ഞങ്ങൾക്ക് സമ്മതമാണ്. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ജോലി ആരംഭിക്കും. ശരി, അങ്ങനെയാവട്ടെ. ഇശാസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ വയലിലെത്തി. വരമ്പത്തൊരു പായ വിരിച്ച് 4 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപാടെ ഷേഖ് എൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഞാൻ ആദ്യം വയലിലിറങ്ങി പണിയെടുത്തുകൊള്ളാം. താങ്കൾ അല്പനേരം ഇവിടെ വിശ്രമിച്ചോളൂ. ഇബ്രാഹിം റളിയല്ലാഹു പണിയായുധങ്ങളുമായി വയലിൽ ഇറങ്ങി. ഞാൻ എൻ്റെ പതിവ് കർമ്മങ്ങളുമായി ഇവിടെ ഇരുന്നു. കുറച്ച് സമയം അങ്ങനെ ഇരുന്നപ്പോൾ ക്ഷീണം കാരണം ഞാനറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം സുബ്ഹിയോടടുത്തപ്പോൾ ജോലി കഴിഞ്ഞെത്തിയ ഗുരു എന്നെ വിളിച്ചുണർത്തി. അപ്പോഴാണ് ഞെട്ടിയുണർന്നത്. ഗുരു ചോദിച്ചു, നന്നായി ഉറങ്ങിയല്ലേ? ഇനി എഴുന്നേൽക്കൂ, സുബഹിസ്കരിക്കാൻ സമയമായി. ഞാൻ ജോലിയെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. അതിശയത്തോടെ ഞാൻ ചോദിച്ചു, മുഴുവനും തീർത്തോ? അതെ. ഒരൊറ്റ രാത്രി കൊണ്ടോ? അതെ, ഒറ്റ രാത്രി കൊണ്ട്. തനിച്ചോ? തനിച്ചു തന്നെ. അള്ളാഹുവിൻ്റെ സഹായം അക്കാര്യത്തിൽ എനിക്ക് ലഭിച്ചുവെന്ന് കരുതിയാൽ മതി. ഞങ്ങൾ വുളുവെടുത്ത് സുബഹിസ്കാരത്തിനായി പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിൽ വെച്ച് നേരത്തെ പരിചയപ്പെട്ട ആളെ കാണുകയും അയാൾ ഞങ്ങളോട് ജോലിയുടെ കാര്യം അന്വേഷിക്കുകയും ചെയ്തു. ഗുരു പറഞ്ഞു, ഞങ്ങൾ ആ ജോലി ചെയ്തു കഴിഞ്ഞു. അയാൾക്കത് വിശ്വാസമായില്ല. ഹേയ്, നിങ്ങളെന്താണ് ഈ പറയുന്നത്? 5-6 ദിവസവും രാവും പകലും ഒരുമിച്ച് ചെയ്താൽ പോലും തീരാത്ത ജോലിയാണല്ലോ അത്. ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു തീർത്തുവെന്നാണോ പറയുന്നത്? അതെ. നിങ്ങൾ തമാശ പറയുകയാണോ? അല്ല, ഞങ്ങൾ അത്തരക്കാരല്ല. എങ്കിൽ നിങ്ങൾ പറയുന്നത് കളവ് തന്നെ. ഒരിക്കലുമല്ല, ഞങ്ങൾ സത്യം മാത്രം പറയുന്നവരാണ്. വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരൂ, വന്നു നോക്കാം. അയാൾ ഞങ്ങൾക്കൊപ്പം വന്നു. ആ കാഴ്ച കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ 3 പേരും കൂടി കൂലി വാങ്ങാനായി ക്രിസ്ത്യാനിയെ സമീപിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് ജോലി മുഴുവൻ ചെയ്തു തീർത്തുവെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കും വിശ്വസിക്കാൻ പ്രയാസം. പരദേശികളായ ഞങ്ങൾ അയാളെ പറ്റിക്കുകയാണെന്ന് അയാൾ സംശയിച്ചു. ദുഃഖവും ദേഷ്യവും വിരിച്ചു കയറിഞ്ഞ അയാൾ ഞങ്ങളെ പരിചയപ്പെടുത്തിയ പള്ളിയിലെ ജോലിക്കാരൻ്റെ നേരെ തിരിഞ്ഞ് ആക്രോശിച്ചു. നിങ്ങളാണ് ഇതിനെല്ലാം ഉത്തരവാദി. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരിചയമില്ലാതിരുന്നിട്ടും കൂടി ഞാൻ ഇവരെ ജോലിക്കെടുത്തത്. അതിന് മറുപടി പറഞ്ഞ ഷേഖ് ഇബ്രാഹിം റളിയല്ലാഹു മഹാൻ പറഞ്ഞു, പ്രിയ സഹോദര, താങ്കൾ അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കേണ്ടതില്ല. ഞങ്ങൾ താങ്കളെ വഞ്ചിച്ചിട്ടുമില്ല. വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, എന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. മനമില്ലാ മനസ്സോടെയാണെങ്കിലും അയാൾ ഞങ്ങൾക്കൊപ്പം വന്നു. വയലിനടുത്തെത്തപ്പോൾ ആ മനുഷ്യൻ ഞെട്ടി. വയലുകളിലെ വിളകളെല്ലാം വെട്ടിയെടുത്ത് വൃത്തിയെ മെതിച്ചിരിക്കുന്നു. ധാന്യങ്ങൾ കൂമ്പാലമായ വയലിൻ്റെ ഓരോ അറ്റത്തും കൂട്ടിയിട്ടിരിക്കുന്നു. ഇതെന്തൊരത്ഭുതമാണ്! ക്രിസ്ത്യാനിയുടെ ഈർഷ്യ ആകാംക്ഷക്കും അത്ഭുതത്തിനും വഴിമാറി. അയാൾ ഞങ്ങളെ ആദരവോടെ നോക്കി. കരാർ ചെയ്ത 2 ദീനാറിന് പുറമെ 1 ദീനാർ കൂടുതൽ തന്നു. പക്ഷേ ഷെയ്ഖ് അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. മഹാൻ പറഞ്ഞു, നമ്മുടെ കരാറനുസരിച്ചുള്ള കൂലി മതി, കൂടുതൽ വേണ്ട.
സന്തോഷപൂർവ്വം അവിടെ നിന്ന് യാത്ര തിരിക്കവേ ഇബ്രാഹിം അദ്ഹമുല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞു, അബൂ സുലൈമാൻ, ഇതാ ഈ 2 സ്വർണ്ണ നാണയങ്ങളും താങ്കൾ എടുത്തോളൂ. എന്തിന്? എനിക്കതാവശ്യമില്ല. ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും ഗുരുവല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അത് വാങ്ങി. തുടർന്ന് ഗുരു പറഞ്ഞു, ഇനി താങ്കളോടൊപ്പം യാത്ര ചെയ്യാൻ ഞാനില്ല. ഒന്നുകിൽ ഞാൻ അസ്കലാനിലേക്ക് മടങ്ങാം, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുക. അല്ലെങ്കിൽ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാം, നിങ്ങൾ അസ്കലാനിലേക്ക് മടങ്ങണം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് കേട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗുരു, ഇങ്ങനെയൊക്കെ പറയാൻ ഞാനെന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ കൈവിടരുത്. എന്നെയും അങ്ങയോടൊപ്പം വരാൻ അനുവദിക്കണം. ഗുരു ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മനസ്സിലാക്കി ഞാൻ വീണ്ടും കെഞ്ചി, അങ്ങ് എന്താണിങ്ങനെ പറയുന്നത്? ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് പറഞ്ഞു തന്നാലും. ഗുരു ഗൗരവത്തോടെ പറഞ്ഞു, താങ്കൾ പല പ്രാവശ്യം എൻ്റെ ദിർഹമുകൾ എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലോ. പണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പണവുമായി ഹൃദയബന്ധം വേർപെടുത്താത്തവർക്കും നമ്മുടെ മാർഗത്തിൽ സഞ്ചരിക്കാനാവില്ല. ഇതാ താങ്കളുടെ 18 ദിർഹമിന് പകരം 2 സ്വർണ്ണ നാണയങ്ങൾ. എന്താ, തൃപ്തിയായില്ലേ? ഇനി താങ്കൾക്ക് താങ്കളുടെ വഴി സ്വീകരിക്കാം. ഇത്രയും പറഞ്ഞ് ഇബ്നു അദ്ഹമുല്ലാഹു ഒരൊറ്റ നടത്തം. പറ്റിയ തെറ്റിൻ്റെ ഗൗരവമാലോചിച്ച് അടങ്ങാത്ത ഹൃദയവേദനയോടെ ഞാനവിടെ സ്തംഭിച്ചിരുന്നു പോയി. ഒരു വിരുന്ന് സൽക്കാരം. പല പൗരപ്രമുഖരും അതിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഇബ്രാഹിം അദ്ഹമുല്ലാഹുവും. അതിഥികൾ ഭക്ഷണം കഴിക്കാനിരുന്നു. കഴിച്ചു തുടങ്ങും മുമ്പ് അവരിൽ ചിലർ അവിടെ സന്നിഹിതനല്ലാത്ത ഒരാളെക്കുറിച്ച് അനിഷ്ടകരമായി എന്തോ പറഞ്ഞു. ഉടനെ ഇബ്രാഹിം അദ്ഹമുല്ലാഹു പറഞ്ഞു, റൊട്ടി കഴിച്ചു തുടങ്ങിയ ശേഷമാണ് മാംസം ഭക്ഷിക്കാറുള്ളത്. നിങ്ങളിപ്പോൾ റൊട്ടി തിന്നും മുമ്പ് തന്നെ ഇറച്ചി ഭക്ഷിച്ചു തുടങ്ങിയല്ലോ. ഇതെന്തൊരത്ഭുതമാണ്. സദസ്യർ അമ്പരപ്പോടെ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇയാളെന്താണ് ഈ പറയുന്നത്? അതിന് നിങ്ങൾ ഇറച്ചി ഭക്ഷിച്ചിട്ടില്ലല്ലോ. പലതും പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോൾ ഇബ്രാഹിം അദ്ഹമുല്ലാഹു കൂട്ടിച്ചേർത്തു, മറ്റൊരാളെക്കുറിച്ച് ഗീബത്ത് പറയുന്നത് അവൻ്റെ പച്ച മാംസം തിന്നുന്നതിന് തുല്യമാണെന്ന് ഖുർആൻ പറയുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കും മുമ്പേ ഇവിടെ ഇല്ലാത്ത ആ സഹോദരൻ്റെ പച്ച മാംസം ഭക്ഷിച്ചുവല്ലോ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വേവിച്ച മാംസം മുമ്പിലേക്കിരിക്കെ തങ്ങളുടെ സ്നേഹിതൻ്റെ പച്ചയിറച്ചി തിന്നാൻ ശ്രമിച്ചവർക്ക് കാര്യം ബോധ്യമായി. പിന്നീട് ആരും ഒന്നും വേണ്ടിയില്ല. ഒരു മലഞ്ചരിവ്. ഇബ്രാഹിം അദ്ഹമുല്ലാഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് 3 സിംഹങ്ങൾ മലമുകളിൽ നിന്നിറങ്ങി വന്നത്. മനുഷ്യഗന്ധം തിരിച്ചറിഞ്ഞു വന്നതായിരുന്നു അവ. സിംഹങ്ങളിലൊന്ന് ഇബ്രാഹിം അദ്ഹമുല്ലാഹുവിൻ്റെ ചാരത്തെത്തി. മഹാൻ ഇതൊന്നും അറിയാതെ നിസ്കാരത്തിൽ ലയിച്ചിരിക്കുകയാണ്. സിംഹം മഹാനുഭാവന്റെ വസ്ത്രം ഒന്ന് മണത്തു നോക്കി, പിന്നെ തിരിഞ്ഞു നടന്നു. പിന്നാലെ 2ാമനും 3ാമനും വന്നു. അവരും മഹാനെ ഒന്നും ചെയ്തില്ല. 1ാമൻ ചെയ്തതുപോലെ ഷേഖിനെ ഒന്ന് മണത്തു നോക്കുക മാത്രം ചെയ്ത് അവയും അല്പം അകലേക്ക് മാറി നിന്നു. ഷേഖ് അത്താഴ സമയം വരെ നിസ്കാരം തുടർന്നു. അപ്പോഴൊക്കെയും സിംഹങ്ങൾ ദൂരെ നിന്ന് ഷേഖിനെ ആദരവോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഷേഖ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ദൂരെയതാ 3 സിംഹങ്ങൾ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷേഖ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് എന്നെ വല്ലതും ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തേക്കുക, അല്ലെങ്കിൽ വേഗം സ്ഥലം വിട്ടോളൂ. സിംഹങ്ങൾ ഉടൻ തന്നെ സ്ഥലം വിട്ടു. ഇബ്രാഹിം അദ്ഹമുല്ലാഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.